അവർ ചാനൽ. ഇന്ന് നമുക്കൊരു നൈക്ക ഹോൾ നോക്കിയാലോ. ഇപ്പൊ ഹോട്ട് പിങ്ക് സെയിൽ നടക്കായതുകൊണ്ട് നല്ല റീസണബിൾ റേറ്റില് നല്ല ലാഭത്തില് നൈക്കയിൽ പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സ്കിൻ കെയർ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്റെ സ്കിൻ കെയർ ഒക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് വേഗം സെയിൽ തീരണതിന് മുമ്പ് വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയാണ്. അതായത് ഞാൻ ഒരു ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല മോശം കോലത്തിലാണ് ഞാൻ ഇരിക്കണത്. പക്ഷെ എന്നാലും വേഗം അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്ര സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സാറില്ല. പക്ഷെ ഞാൻ ഒരു ബൾക്കായിട്ട് വാങ്ങിച്ചതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യും സ്കിൻ കെയർ ഞാൻ ചെയ്യുന്ന ഒരു സാധനം. മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സ്കിൻ കെയർ ഞാൻ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുമ്പോൾ നഷ്ടമാണ്. പിന്നെ ഒറ്റയടിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ലാഭമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും കുറേ നേരം ബ്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊക്കെ ഒരു തവണ പൊട്ടിച്ച് നോക്കിയതാണ്. എന്നാലും ഞാൻ കാണിക്കുന്നു. അപ്പോൾ ശരി, ഫസ്റ്റ് വന്നിട്ട് ഈ ഒരെണ്ണമുള്ള ഒരു ബോക്സാണ്. അതിൽ നമ്മൾ ടോണി മോളയുടെ ഒരു ലിപ് ബാമാണ്, പീച്ച് ലിപ് ബാം. അത് ഇങ്ങനെയാണ് അതിൻ്റെ പാക്കേജിങ് വരുന്നത്. പീച്ചിൻ്റെ ഷേപ്പ് തന്നെയാണ് അതിൻ്റെ ലിപ് ബാമിൻ്റെ. അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അറിയാലോ, എനിക്കൊത്തിരി ഈ ക്യൂട്ട് പ്രോഡക്ട്സിനോട് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. ക്യൂട്ട് പ്രോഡക്ട്സ് മാത്രമല്ല, എനിക്ക് പാക്കേജിങ് നല്ലതായ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനത്തെ അതായത് പീച്ചിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ലിപ് ബാമാണ്. പീച്ചിൻ്റെ തന്നെ സ്മെല്ലും ആണ് കേട്ടോ. ഭയങ്കര ഫ്രൂട്ടി സ്മെല്ലാണ് അതിന്. എങ്ങനെയുണ്ടെന്ന് ഹൈഡ്രേഷനൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പം ഞാൻ കുറച്ച് ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ വന്നിട്ട് നെക്സ്റ്റ് ബോക്സ് ഇതാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ടോണറാണ്. ഡെർമാഫിക്കിൻ്റെ ടോണറാണ്. ടോണർ ഒരു അത്യാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ടോണർ എനിക്ക് ഇതൊരു 3 months 6 months ഒക്കെ നന്നായിട്ട് പോകും. ഇപ്പം ഞാൻ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാൻ കണക്കൂട്ടി പറയാം കേട്ടോ. അപ്പം ഞാൻ ടോണർ ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് മാത്രം. ചിലപ്പോൾ ടോണർ ഞാൻ ഒരു തവണ ടോണർ വാങ്ങിച്ചിട്ട് ഭയങ്കരമായിട്ട് അതായത് ടോണർ നമുക്ക് അധികം ആവശ്യം വരും. കുറച്ച് യൂസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇങ്ങനെ ടോണർ മാത്രം ബൾക്കായിട്ട് കുറേ ഇരുന്നു. അത് കുറേ കേട് വന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോണർ അധികം വാങ്ങിച്ചില്ലേ. എങ്ങാനും അത് തീർന്നിട്ട് ഞാൻ വെറുതെ കളയാൻ നിൽക്കണ്ടേ. അതുകൊണ്ട് പിന്നെ നമ്മളൊരു ഇൻസൈറ്റിൻ്റെ ഒരു നെയിൽ പോളിഷ് റിമൂവറിൻ്റെ പാഡ്സ് വരില്ല, അങ്ങനത്തെ അത് ഇപ്പോൾ റിമൂവർ തീർന്നുകൊണ്ട് വെച്ചാൽ. അപ്പോൾ ഇത് സൺസ്റ്റിക്കാണ് ഞാൻ വാങ്ങിച്ചത്. അത് പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയ ഒരു രീതിക്ക് ഗഷ് ബ്യൂട്ടിയുടെയാണ്. ഇത് നല്ലൊരു ക്യൂട്ടായിട്ട് ഇരിക്കുന്ന ഒരു പാക്കേജിങ്. ഇതൊന്ന് പുറത്തു ഓക്കെ. അപ്പോൾ ഇത് ഗഷ് ബ്യൂട്ടിയുടെ ഒരു സൺസ്റ്റിക്കാണ്. ഓക്കെ, ഇതാണ് ഗഷ് ബ്യൂട്ടിയുടെ സൺസ്റ്റിക്കാണ്. എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ കിട്ടുന്ന സൺസ്റ്റിക്കൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടാണ് വരുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിലിട്ട് പിന്നെ യൂസ് ചെയ്യാറുണ്ട്. അത് വേറെ വശം. എൻ്റെ കയ്യിൽ ഇപ്പോൾ മറ്റേതാ ഡോട്ടാങ്കിയുടെ സൺസ്റ്റിക്ക് എനിക്ക് കിട്ടിയതും ഇതേപോലെ തന്നെ ഉൾഭാഗം കുട്ടിയിട്ടാണ് കിട്ടിയത്. അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ തിരികെ വയ്ക്കുകയാണ് ചെയ്തത്. ഇത് ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജിങ് ആണ്. അപ്പം ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധനം ഇട്ടിട്ട് നമുക്ക് ബാഗിലൊക്കെ ഹാങ് ചെയ്തിട്ട് പോവാം. അപ്പോൾ റീഅപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പത്തിലുള്ള ഒരു രീതിക്കുള്ള സാധനം. നമ്മൾ മറ്റേ സാനിറ്റൈസേഴ്സ് ഇങ്ങനത്തെ ഒരു സാധനത്തിലാക്കി വെക്കാം. അതേ പരിപാടി. ഞാനതൊന്നും ഇട്ട് വെക്കുന്നൊന്നുമില്ല. ജസ്റ്റ് വേഗം കാണിച്ചു തരാം. നെക്സ്റ്റ് വന്നിട്ട്
നെക്സ്റ്റ് വന്നിട്ട് ഈ ഗാർണിയറിന്റെ ഓയിൽ വാട്ടർ ഇൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഗാർണിയറിന്റെ ഒരു മൈസെല്ലർ വാട്ടറാണ്. അപ്പോൾ അതാണ് വെച്ചേക്കണത് ഡബിൾ ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നത്തെ വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ടോണി മോളിയുടെ ഒരു നയസിനമൈഡിന്റെ ഒരു ഇതാണ് സിറം. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ടോണി മോളിയുടെ ഒക്കെ അത്യാവശ്യം നല്ല ലാഭമുണ്ട്. സാധാരണ ഞാൻ നോക്കുമ്പോൾ ഒരു ഇതിനൊക്കെ അത്യാവശ്യം 1000 ഒക്കെ 800 1000 ഇതിപ്പോൾ നമുക്കൊരു 500 കിട്ടുന്നുണ്ട്. ടോണി മോളിയുടെ ഒക്കെ പ്രോഡക്ട്സിന് നല്ല ലാഭമുണ്ട്. അപ്പോൾ ടോണി മോളി വാങ്ങിച്ചിട്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചല്ല, അതിന് അത്യാവശ്യം ലാഭമുള്ളതാണ്. ഡെർമാഫിക്കിന്റെ ടോണറിന് ഒക്കെ നല്ല ലാഭമുള്ളതാണ്. ഞാൻ സാധാരണ ഇതൊക്കെ നോക്കുമ്പോൾ കൂടുതലുള്ള സാധനങ്ങൾ എന്നാൽ പിന്നെ ഇപ്പോൾ ലാഭമുള്ളപ്പോൾ ഞാൻ വാങ്ങിച്ചത് മാത്രം. ഇതാണ് ഉള്ളിലത്തെ പാക്കേജിങ്. അതിൻ്റെ ഡ്രോപ്പർ നെക്സ്റ്റ് വന്നിട്ട് ഈ പെട്ടി കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഏറ്റവും വലിയ പെട്ടി ഏറ്റവും വലിയ പെട്ടി ദിസ് വൺ. ഇതാണ് ഏറ്റവും വലിയ പെട്ടി. ആ പെട്ടിയിലെല്ലാം നോക്കാം. നമുക്ക് നോക്കാം. ഇത് വന്നിട്ട് മറ്റേ ഓയിൽ ക്ലൻസർ ആണ്, ഫേസ് ഷോപ്പിന്റെ. ഇതിന്റെ വലിയ ബോട്ടിലും ഉണ്ട്. ഞാൻ ചെറുതെ വാങ്ങിച്ചുള്ളൂ. വലിയ ബോട്ടിലിന് കുറച്ച് വില കൂടുതലാണ്. അതായത് മീൻസ് 1000 സംതിങ് വരും. ഇതാകുമ്പോൾ 400 അതിൻ്റെ വരുന്നതാണ് 50 ml. മറ്റേത് 100 ml. അത് അപ്പൊ ഇത് ഒരെണ്ണം വാങ്ങിച്ച് പിന്നെ അങ്ങനത്തെ ഗാർണിയറിന്റെ രണ്ടും ട്രൈ ചെയ്യാലോ. ഞാൻ ഇതുവരെ ഓയിൽ ക്ലൻസർ അധികം ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് വൈപ്സ് വെച്ചിട്ടാണ് മേക്കപ്പ് വൈപ്പ് ചെയ്യാറ്. ജസ്റ്റ് അതായത് മേക്കപ്പ് റിമൂവിങ് വൈപ്സ് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വന്നിട്ട് ഓലയുടെ ഒരു ഡീപ് ക്രീമാണ്. സാധാരണ ഓലയുടെ പാക്കേജിങ് വരുന്ന പോലെ ഇങ്ങനത്തെ ഓലയുടെ പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണേ. ഇത്തവണ ഞാൻ വാങ്ങിച്ച മെജോറിറ്റി പുതിയ പുതിയ പ്രോഡക്ട്സാണ്. അതായത് കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെയാണ് ഞാൻ ഇത്തവണ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മളുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഹൈഫന്റെ പ്രോഡക്റ്റ് ആണ്. അറിയായിരിക്കും എല്ലാവർക്കും. കൃതി സനോണിന്റെ ബ്രാൻഡാണിത് ഹൈഫൻ. അതിന്റെ ഒരു സിറാണ്. ഇതിൽ കക്കഡു, പ്ലം, ഹൈലറോണിക് ആസിഡ്, ആൽഫ ആർബുട്ടിൻ, നയസിനമൈഡ്. ഞാൻ മെജോറിറ്റി യൂസ് ചെയ്യാൻ നയസിനമൈഡ് ആണ്. കാരണം എനിക്ക് അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സ്കിൻ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യും. ഇത് രണ്ടുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്കത് രണ്ടും ഭയങ്കര വർക്കായിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഉണ്ട്. അപ്പോൾ പിന്നെ അത് ട്രൈ ചെയ്യാമല്ലോ. നമുക്കിത് പൊട്ടിച്ചു നോക്കാൻ എങ്ങനെയാണ് അവരുടെ പാക്കേജിങ്. ഒരു പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഉണ്ട്. യെസ്, പമ്പൂട്ടിലാണ് ഇങ്ങനത്തെ നല്ല പാക്കേജിങ് ആണ്. ഒരു മറ്റേ ഒരു ഗ്ലാസ് ലൈക്ക് ആയിട്ടുള്ള, അതായത് സാധാരണ സിറം വരുന്ന പോലെ ഡോട്ട് ആൻഡ് കീയുടെ ഒക്കെ സിറം വരില്ലേ, ആ ഒരു മെറ്റീരിയൽ പോലെയൊക്കെ തൊടുമ്പോൾ തോന്നണേ. പ്ലാസ്റ്റിക് അല്ല, ഒരു ലക്ഷൂറിയസ് ഫീലൊക്കെ ഉള്ള ഒരു ടി വി ഉണ്ടായിരുന്നു. പക്ഷെ അതായത് സാധാരണ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ബ്രാൻഡുകൾ ഞാൻ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം എന്നെ സംബന്ധിച്ച് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇതായിരുന്നില്ല. അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റ് ആയിരുന്നു. ഞാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചിലപ്പോൾ ഇപ്പം ഞാൻ ഈ വാങ്ങിച്ചത് റീസണബിൾ അല്ലാത്തവരുണ്ടായിരിക്കും. ഇപ്പോൾ ചിലവർ 200 rupees ഒക്കെ ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷെ ഞാൻ ഇതിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ്. ഞാൻ ചില സമയത്ത് 200 തന്നെയാണ് വാങ്ങിക്കാറ് സിറമൊക്കെ. നെക്സ്റ്റ് വന്നിട്ടൊരു
കോംബോ ആണ് ഈ ഒരു കിറ്റ്. ഒരു പൗച്ചിൽ വരുന്നതാണ്. ഇതിൽ 3 സാധനമുണ്ട്. ഓക്കെ, എന്താ അതിൻ്റെ പുറത്തുണ്ടായിരുന്നതാണ് കേട്ടോ. എന്താ പുറത്തുണ്ടായിരുന്നോ? ഞാനൊരു കാർഡൊക്കെ ഉണ്ടായി പുറത്ത് ഇതിലൊരു കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂട്ടി പോകണം. എന്താ ലിമിറ്റഡ് എഡിഷൻ്റെ ഒരു കാർഡ്. പിന്നെ ഇതിൽ വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഡോക്ടർ ഷെത്തിൻ്റെ ഒരു സൺസ്ക്രീൻ. ദെൻ വന്നിട്ട് ഒരു സെറമൈഡ് മോയ്സ്ചറൈസർ, ഡോട്ട് ആൻഡ് കീയുടെ ഒരു സെറമൈഡ് മോയ്സ്ചറൈസർ. നെക്സ്റ്റ് കുറേ നാളായിട്ട്, അതായത് മീൻസ് കുറേ നാളായിട്ട് എല്ലാവരും ആഗ്രഹിച്ചു നടക്കുന്ന ഒരു സാധനമായിരിക്കും ഇത്. കുറേ പേര് വാങ്ങിക്കാത്തവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സാധനമായിരിക്കും. എനിക്ക് ആദ്യം ഒന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്നെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല. അതുകൊണ്ട് അത് എനിക്ക് പ്രിപ്പയർ ആവാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ ഇത് നമ്മൾ റീൽസ് തുറന്നു കഴിഞ്ഞാൽ ഇതായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. റീൽസിൽ മൊത്തം ഇവരിത് അത് കാണുമ്പോൾ ഒരു എനിക്കും അങ്ങനത്തെ സ്കിൻ കിട്ടൂ എന്ന് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹം വരില്ലേ. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണിത്. എന്തായാലും ഓഫറിൽ വന്ന് ചെയ്തു, കോംബോയിൽ കിട്ടി. അപ്പം എന്താ പിന്നെ ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിനാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് യൂസ്ഫുൾ ആയോ, സ്കിന്ന് നന്നാവുണ്ടോ, ഇങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഷുവറായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പല തവണയും ഷുവറായിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞതൊന്നും അപ്ഡേറ്റ് ചെയ്യലും വളരെ കുറവാണ്. കാരണം എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് സമയം കിട്ടണം വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പൗച്ചും ഉണ്ട്. യൂസ്ഫുൾ ആയി നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു പൗച്ചാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ യൂസ് ചെയ്യാനൊക്കെ എടുത്തിരിക്കാം. അപ്പോൾ അതെ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഫേസ് ഷോപ്പിൻ്റെ തന്നെ ഒരു എന്താ ഫേസ് വാഷ് കിറ്റ് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം. ഒരു ഫേസ് വാഷ് ഉണ്ട്, ഹെഡ് ബാൻഡും ഉണ്ട്. ഇതും അതേപോലെ തന്നെ ഒരു പൗച്ചിലാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഫേസ് വാഷാണ്, 50 ml ഫേസ് വാഷ്. പിന്നെ ഹെഡ് ബാൻഡ്, ഈ ഒരു ഹെഡ് ബാൻഡ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഇത് അല്ലാതെ ഫേസ് ഷോപ്പിന്റെ ഹെഡ് ബാൻഡ് ഒന്നും ഇല്ലാതെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലും ലാഭമായിട്ട് കിട്ടും ഇപ്പോൾ ചിലപ്പോൾ. അതായത് ഇതും നേരത്തെ ഞാൻ ഓയിൽ കണ്ടില്ല, അങ്ങനെ ഒരു കോംബോ വേറെ ഉണ്ട്. ഇതാ നിങ്ങൾക്ക് വേണ്ട കോംബോയ്ക്ക് അനുസരിച്ച് അങ്ങനെ വാങ്ങിക്കാം. ഇതിനൊക്കെ അത്യാവശ്യം വില എന്താ പറയുക കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ചില സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ടോട്ടൽ ഓർഡറിന് 400 ഓഫ്, 200 ഓഫ്, അതൊക്കെ ചില സമയത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് മിഡ് നൈറ്റ് സെയിലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു അവറിനൊക്കെ ബൈ 1 get 1, ഏതെടുത്താലും ബൈ 1 get 1, അങ്ങനെയൊക്കെ ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഏതാ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അതൊന്ന് ഉറപ്പിച്ചിട്ട് വാങ്ങിക്കും കേട്ടോ. ഇന്നത്തെ വന്നിട്ട് ഈ 2 സാധനങ്ങൾ കേട്ടോ. ഇത് വന്നിട്ട് മറ്റേ ഐ പാച്ചാണ്. ഞാൻ പൊട്ടിക്കുന്നില്ല, പൊട്ടിച്ചിട്ട് ഞാൻ സെറൊക്കെ പോയി ആകെ ഇതാവേണ്ട വെച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് വന്നിട്ട് എം കഫേൻ്റെ ഐ പാച്ചസ് ആണ്. എനിക്ക് ഈ ഐ പാച്ചസ് വേണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തോ ഓഫറിൽ കണ്ടപ്പോൾ വേഗം ചട്ടക്കപ്പട്ടക്കെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് പറയാം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് ഇത്തവണ വാങ്ങിച്ചതൊക്കെ എല്ലാം യൂസ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ അതൊന്നും എല്ലാം ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ വന്നിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെൻറ്റിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. ഞാൻ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരെണ്ണം നോക്കി നടന്നപ്പോൾ കിട്ടിയതാണ്. മെട്രിക്സിൻ്റെ അത്. അപ്പോൾ നിങ്ങൾ ട്രീറ്റ് ചെയ്ത ഹെയർ ആണെന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. സാധാരണ ട്രീറ്റ് ചെയ്ത ഹെയർസിൻ്റെ ഒക്കെ ഷാമ്പൂസിനൊക്കെ 1000 അതിൻ്റെ മുകളിലുണ്ട്.
ഇതങ്ങനെയല്ല, ഇതിന് അത്യാവശ്യം റേറ്റ് കുറവാണ്. ഇപ്പൊ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടായിരിക്കണേ എന്ന് വെച്ചാൽ പോലും നിങ്ങളിത് ഇത് നോക്കി നോക്കൂ കേട്ടോ. ഞാൻ എങ്ങനെ യൂസ് ചെയ്തിട്ട് എന്നുള്ളത് പറയാം. ഓക്കെ, ഫിനിഷ്ഡ്. ഞാൻ ഇത്രയും സാധനമാണ് വാങ്ങിച്ചത്. പക്ഷെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എന്നെ കാട്ടിയേക്കാൻ വെച്ചിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ മിന്ത്രയുടെ സെയിലിൽ വാങ്ങിച്ചതാ. ആ സമയത്ത് എക്സാം ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊട്ടിച്ച് ആ എക്സൈറ്റ്മെന്റോടെ എനിക്ക് കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ വിനൈൽ ഇങ്ക്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കും ഞാൻ വിചാരിക്കണം, എനിക്ക് അറിയില്ല. അപ്പൊ അത് ബില്ലിന്റെ ഈ വിനൈൽ ഇങ്ക് ഭയങ്കര ഇതാണ്, എനിക്ക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ച ഒരു സാധനമാണിത്. അപ്പൊ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കണം. ഓക്കെ, ബട്ടർ ലൈക്ക് സ്മൂത്ത്നെസ് എന്നൊക്കെ പറയില്ലേ. വാവ്, വളരെ ന്യൂഡായിട്ടുള്ള. ഞാൻ വിചാരിച്ചു ഇത്തിരിയും കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കുന്ന വിചാരിച്ചു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡെയിലി വെയർ ആയിട്ട് പറ്റിയ ഒരു ഷെയ്ഡാണ്. അതായത് ഭയങ്കര എൻ്റെ ഭയങ്കര ഡ്രൈ ലിപ്സാണ്. അപ്പം ആ ഒരു ഡ്രൈനെസ് അങ്ങോട്ട് എടുത്തറിയണില്ല. ഐ ലൈക്ട് ഇറ്റ്. അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഇത് നൈക്ക ഹോളാണെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ ഹോട്ട് പിൻ സെയിലിൽ വാങ്ങിച്ചതല്ല കേട്ടോ. ഇതിനു മുമ്പ് പെർഫ്യൂമിന്റെ ഒരു സെയിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വന്നാൽ ഞാൻ എന്തോ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് അങ്ങനെ ഓർഡർ ചെയ്തതാ കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു സെയിൽ ഉണ്ടായിരുന്നു, ഒരു മെയ് സമയത്താണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 3 പെർഫ്യൂംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പെർഫ്യൂംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെർഫ്യൂംസ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെർഫ്യൂംസിന് ഇപ്പോഴും ഓഫർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി പെർഫ്യൂംസ് ആണ് വാങ്ങിക്കാൻ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലക്ഷറിയസ് പെർഫ്യൂംസ് ഒക്കെ വാങ്ങിക്കണമെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാൻ പറ്റിയ ടൈമാണ് ഇത് ഇപ്പോൾ. അപ്പൊ അത് കാണിച്ചു തരാം ഞാൻ. ഫസ്റ്റ് വന്നിട്ട് ഭയങ്കര ഫേമസ് ആയ ലോൺകോമിന്റെ ഇഡോളാണ്. ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ, ഭയങ്കര ട്രെൻഡിലുള്ളതാണിത്. ഇപ്പോൾ നിങ്ങൾ കുറേ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഇതിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇത് ചെറുത്താണ് വാങ്ങിച്ചിരിക്കണേ. കമ്മലിൻ്റെ ഇവിടെ 25 ml ആണ്. ഇതിന് ശരിക്കും റേറ്റ് വന്നിട്ട് 4000 ആണ്. ആ സമയത്ത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് 2000 എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര സ്ലീക്ക് പാക്കേജിങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പിടിച്ചിരിക്കാൻ തന്നെ ഒരു രസമുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അതായത് ഈ വർഷം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ നല്ലൊരു ക്യാമറ വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് വാങ്ങിക്കും. ഈ വർഷം തന്നെ ഞാൻ വാങ്ങിച്ചിരിക്കും. സെക്കൻഡ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെർഫ്യൂംസ്, ഈ കുറച്ച് ബ്രാൻഡ് ഉണ്ടായിരുന്നു. ആ ബ്രാൻഡ് ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ച 3 ബ്രാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള 3 പെർഫ്യൂം അത് ആയിരുന്നു. പിന്നെ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ്, ഇതിൽ 2 ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തു, പെർഫ്യൂംസ് വാങ്ങിച്ചു. അപ്പോൾ അതിലത്തെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആണ് ഈ നടന്നത്. അപ്പം അതുകൊണ്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആ ആഗ്രഹം നടന്നതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. ഒന്ന് ഇതോളാണ്. ദെൻ വന്നിട്ട് ബർബറിയുടെ ഗോഡസ്. അപ്പം അത്
ഇതോളിന്റെ ഒരു ഫ്രേഗ്രൻസ് വന്നിട്ട് കുറച്ച് ഫ്ലോറൽ കൈൻഡ് ഫ്രേഗ്രൻസ് ആണ്. ഗോഡസിന്റെ വന്നിട്ട് കുറച്ചൊരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ്. ഗോഡസിന്റെ ഒരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ്. ഇതോളിനെ കമ്പയർ ചെയ്യുമ്പോൾ പൊടിക്ക് ഫസ്റ്റ് ടോപ്പ് നോട്ട് വന്നിട്ട് ഭയങ്കര കുത്തുണ്ട്. ഫസ്റ്റ് അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു വാനില സ്മെല്ല് വരും. പക്ഷെ അതിന് മുമ്പ് ആ ടോപ്പ് നോട്ട് ഭയങ്കര സ്ട്രോങ് ആണ് ബർബറിയുടെ കേട്ടോ. ഇതിന്റെ വന്നിട്ട് ഇത് എത്ര ml? 30 ml. 30 ml ഇതും 4400 തന്നെയാണ്. പിന്നെ എന്തൊക്കെയോ ഓഫറൊക്കെ വന്നിട്ട് അന്നത്തെ ഓഫറിൽ ഞാനിതും അത്യാവശ്യം വില കുറവിലാണ് വാങ്ങിച്ചത്. 4000 ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. 2000 തന്നെ കൊടുത്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്രയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം അത് നെക്സ്റ്റ് വന്നിട്ട് പിന്നെ മാർക്ക് ജേക്കബ്സിന്റെ ഡേസിയാണ്. അപ്പം അതിന്റെ പാക്കേജിങ് പറയണ്ടല്ലോ, അടിപൊളി പാക്കേജിങ് അതിന്റെ. ഞാൻ വാങ്ങിച്ച് മറ്റേത് കുറച്ചുകൂടെ എലിഗന്റ് ടൈപ്പ് പാക്കേജിങ് കാണിച്ചത് കുറച്ച് ക്യൂട്ടായ ഒരു ഫെമൈൻ കൈൻഡ് ഓഫ് പാക്കേജിങ് ആണ്. ഇതും അതെ, ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ഡേസി എന്ന് പറയുന്ന പോലെ ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെൽ തന്നെയാണ്. പക്ഷെ ഇതിൽ കമ്പാരിറ്റീവ്ലി സട്ടിൽ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ലോൺകോമിന്റെ ആണ്. ഏറ്റവും കമ്പാരിറ്റീവ്ലി സട്ടിലായ ഒരു ഫ്രേഗ്രൻസ് വന്നിട്ട് ലോൺകോം ആണ്. എന്താ ഇതിന്റെ കുറച്ച് ടോപ്പിൽ നിൽക്കണത് ഇന്നായിരിക്കും. ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവല് ഏറ്റവും ടോപ്പില് ഒരു ബർബറി ആയിരിക്കും. പക്ഷെ ഇതൊക്കെ സട്ടിലുള്ള ഫ്രേഗ്രൻസ് ആട്ടോ. മീൻസ് എനിക്ക് ഭയങ്കര ഫ്രേഗ്രൻസ് വന്നു കഴിഞ്ഞാൽ തലവേനിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഒരു അത്യാവശ്യം സട്ടിലായ 3 ഫ്രേഗ്രൻസ് സട്ടിലായ ഫ്രേഗ്രൻസ് ആണ്. അപ്പം 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോൺകോം ആണ് ബെറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതാണ് ഡേസിയാണ് അടുത്തത്. പിന്നെ എൻ്റെ ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് ഇത് മണത്തപ്പോൾ സിമിലർ ആയിട്ട് തോന്നിയത് ഞാൻ പറയാം. വാട്ടർ ഗേർഡിന്റെ ഒരു എന്താ പറയാ, ഒരു വൈലറ്റ് ലാവൻഡർ കളർ ഒരു ബോട്ടിലുണ്ട് ബോഡി മിസ്റ്റിന്റെ. ആ ഒരു ഫ്രേഗ്രൻസ് ആയിട്ട് ഇത്തിരി സിമിലാരിറ്റി ഉണ്ട് ഈ ഡേസിയുടെ കേട്ടോ. എനിക്ക് ആദ്യം മണത്തപ്പോൾ ആദ്യം വന്ന ഒരു സ്മെല്ല്, ഞാൻ മുമ്പ് അതായിരുന്നു യൂസ് ചെയ്തിരുന്നത്, വാട്ടർ ഗാർഡായിരുന്നു. അപ്പോൾ ആ യൂസ് ചെയ്തതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആയിട്ടൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇത്രയാണ് ഇന്നത്തെ ഹോള്. അപ്പോൾ ഞാനിതിൽ ഇന്ന് വാങ്ങിച്ചതും ഈ ഹോട്ട് പിങ്ക് സെല്ലിൽ വാങ്ങിച്ചതും അല്ലാത്തതുമായിട്ടുള്ള കുറേ എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് അതായത് ഇതൊക്കെ പല ഇതിലായതുകൊണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ കാശ് കളയാൻ നിൽക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ സെയിലാണല്ലോ എന്തായാലും വാങ്ങിക്കണം, അങ്ങനെ പോയി വാങ്ങിക്കൊന്നും വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറ്റിയ സമയമാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് സ്കിൻ കെയർ യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കപ്സ് സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ സ്കിൻ കെയർ തീർന്നിരിക്കുക വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാനും ഒക്കെ പറ്റിയ സമയമാണ്. എന്നെ പോലെ ഞാൻ ഇപ്പോൾ സ്കിൻ കെയർ തീർന്ന് കാര്യമായിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ബാക്കപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ എൻ്റെ എല്ലാം തീർന്നിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അതാണ് ഇത്രയും സാധനം. അല്ലെങ്കിൽ ഞാൻ അത്രയൊന്നും വാങ്ങിക്കില്ല. എല്ലാവരും ഈ 2 ഒറ്റ വിധമുണ്ട്. 2 സെറം ഒക്കെ ഈ 2 വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അത് എൻ്റെ അടുത്ത് സ്കിൻ കെയർ ഒക്കെ തീർന്നുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യുക. താങ്ക്